ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. രാവിലെ 7 മണിയോടെ കനത്ത സുരക്ഷയിലാണ് വിയൂരിലെത്തിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷ വീഴ്ച കണക്കിലെടുത്താണ് ജയിൽ മാറ്റം. ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. രാവിലെ 7 മണിയോടെ കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിൽ എത്തിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ച കണക്കിലെടുത്താണ് ഈ ജയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളടക്കം നിർണായകമാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. അല്പം മുമ്പാണ് ഗോവിന്ദച്ചാമിയെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചത്. ഇന്നലെ ആണ് ഈ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടി മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലാവുന്നത്. പിന്നീട് കണ്ണൂരിൽ പാർപ്പിക്കാൻ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വിയൂരിലേക്ക് ജയിൽ വകുപ്പ് മാറ്റുകയായിരുന്നു. നിലവിലിപ്പോൾ ഗോവിന്ദച്ചാമി റിമാൻഡിലാണ് ജയിൽ ചാടിയ കുറ്റത്തിന്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ പാർപ്പിക്കുക എന്നത് ഇനിയും അതൊരു ശ്രമകരമായ ദൗത്യമായിരിക്കും. കാരണം ആ ജയിലിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ നീണ്ട നാളത്തെ പ്ലാനിങ്ങിന് ഒടുവിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം ആണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് ജയിൽ വകുപ്പ് എത്തിയത്. അതിന്റെ അനുസരിച്ചാണ് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ എത്തിച്ചത്. വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഗോവിന്ദച്ചാമിയെ എത്തിച്ചത്. വലിയൊരു വാഹനത്തിൽ 15ലധികം ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങൾ ഉൾപ്പെടെ വന്നാണ് ഉൾപ്പെടെ അനുഭവിച്ചാണ് ഈ ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. മാധ്യമങ്ങൾക്ക് ജയിലിന്റെ കവാടം വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഈ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണ് ഉള്ളത്. ചെന്താമര ഉൾപ്പെടെയുള്ള വലിയ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു ജയിൽ കൂടിയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ. അവിടെയൊക്കെയാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ മാറ്റിയിട്ടുള്ളത്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ഒരു ജയിൽ കൂടിയാണിത്. 4.2 മീറ്റർ ആണ് ഇവിടുത്തെ സെല്ലുകളുടെ ഉയരം. അതുകൊണ്ട് തന്നെ സാധാരണ സെൻട്രൽ ജയിലുകളെക്കാൾ അതീവ സുരക്ഷയാണ് ഇവിടെ ഉള്ളത്. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെല്ലാണ്. ആ സെല്ലിൽ ഒറ്റയ്ക്കാണ് ഈ ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. സെല്ലിലുള്ളവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ സംസാരിക്കാനോ കഴിയാത്ത തരത്തിലുള്ള രീതിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആവശ്യമായ ഭക്ഷണം സെല്ലിലേക്ക് എത്തിച്ചു നൽകും. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറക്കുന്ന ഒരു സംവിധാനം ഈ അതീവ സുരക്ഷാ ജയിലിലില്ല. മറ്റ് സെൻട്രൽ ജയിലുകളൊക്കെ ആണെങ്കിൽ ഭക്ഷണ സമയത്ത് എല്ലാവരും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയാണ് ഭക്ഷണം കഴിക്കാറ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു നടപടി അനുവദിക്കില്ല. ഭക്ഷണം അവിടേക്ക് സെല്ലിലേക്ക് എത്തിച്ചു നൽകണം. മാത്രമല്ല പുറത്ത് ഈ സെല്ലുകളുടെ പുറത്ത് 700 മീറ്റർ ഉയരത്തിൽ 6 മീറ്റർ ഉയരത്തിലുള്ള 700 മീറ്റർ ചുറ്റളവുള്ള വലിയ മതിലുണ്ട്. ഇതിന് മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുത വേലി ഫെൻസിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ജയിൽ ചാട്ടം എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല മതിലിന് പുറത്ത് 15 മീറ്റർ വീതവും ഉയരമുള്ള 4 വാച്ച് ടവറുകളും ഉണ്ട്. മാത്രമല്ല 24 മണിക്കൂറും നിരീക്ഷണത്തിനായി ആയുധധാരികളായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള ഒരു ജയിൽ കൂടിയാണ് ഈ അതീവ സുരക്ഷാ ജയിൽ. ഇവിടെ നിന്നും ജയിൽ ചാടുക ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു അറ്റംപ്റ്റ് ഈ ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തുനിന്ന് ഒഴിവാക്കുവാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ മാറ്റിയിട്ടുള്ളത്. വൃന്ദ, ശരി, വ്യക്തമാണ് അനീഷ്.